ഹായ് ഗായ്സ്, ഞാൻ RamyaHarishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വട്ടയപ്പമാണ്. അരി അരച്ചിട്ട് ചെയ്യുന്ന വട്ടയപ്പമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത്. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പച്ചരി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ. 1.5 കപ്പ് അരിപ്പൊടിയിൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് അരിപ്പൊടിയും 1.5 കപ്പ് തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ പരിപാടി ചെയ്യാം. ഞാനിപ്പോൾ അരി അരച്ചിട്ടുള്ള നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അരി മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തു. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1.5 കപ്പ് ഫ്രഷായിട്ട് ചിരകി വെച്ച തേങ്ങയാണ്. അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയാണ്. ഞാനിവിടെ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയോടുകൂടെ അല്ല അരയ്ക്കുന്നത്. ഞാൻ തൊലി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് പഞ്ചസാര ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേക്കറിയിലുള്ള മധുരം കിട്ടും. ഇത് നോർമൽ മധുരമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈസ്റ്റ് നമുക്കൊരു 1.5 ടീസ്പൂൺ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുതിർക്കാൻ വെച്ച വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അല്ലാതെയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. ഇപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഇടയിലൊന്ന് എടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ നന്നായിട്ട് 5 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ട് പൊങ്ങാൻ വെക്കണം. മാവ് നന്നായിട്ട് ഫെർമെൻ്റായി ഡബിളായിട്ട് വരും. അതിനുശേഷം വേണം നമുക്ക് മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാൻ. ഇപ്പം ഞാൻ നമ്മുടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പ്ലേറ്റ് യൂസ് ചെയ്യാം. നല്ല വക്കുള്ള പ്ലേറ്റില്ലേ, നമ്മൾ ഉണ്ണുന്ന പ്ലേറ്റ്, അത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് കുറച്ചുകൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് കേക്ക് ടിൻ എടുത്തു. അതിൽ കുറച്ച് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഞാനൊരു തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ അത് പൊങ്ങി വന്നൊക്കെ ഒന്ന് താഴും. എന്നാൽ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്കിനി നല്ല പഞ്ഞിയായിട്ടുള്ള അപ്പമാണ് വരാൻ പോകുന്നത്. ഞാൻ കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല തിക്കുണ്ട്, നല്ല കട്ടിയുള്ള വട്ടയപ്പമാണ്, നല്ല തിക്നെസ് ഉണ്ട്. അപ്പം ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ബേക്കറി സ്റ്റൈലിലുള്ള തിക്നെസ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിക്കും 2 പാനിലാക്കിയിട്ട് വേവിക്കേണ്ടി വരും. 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. പകുതി എടുത്തിട്ട് ഇനി നമുക്ക് ഇത് ആവി കയറ്റി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലും ഇത് ഇഡ്ഡലിയുടെ ഷേപ്പിൽ ഒഴിച്ചെടുക്കാം, അങ്ങനെയും കഴിക്കാം. ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉള്ളിൽ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ ഒരു ചില്ലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് വരും. ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ വല്ലതും കുത്തി നോക്കിയാൽ മതി. അപ്പം വെറ്റായിട്ടുള്ള ബാറ്റർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തു എന്നാണ് അർത്ഥം. ഒരു 15 മിനിറ്റ് മതിയാവും. 10 മുതൽ 15 മിനിറ്റ് ഇടയിലൊന്ന് തുറന്ന് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ വേവിക്കാൻ വയ്ക്കാം. പിന്നെ ഞാൻ വെള്ളം ഇറങ്ങാതിരിക്കാൻ ഇതിലേക്ക് കുറച്ച് ഫോയിൽ അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിലൊന്ന് തുറന്നിട്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, കിസ്മിസ്, ചെറിയൊക്കെ കട്ട് ചെയ്തിട്ടു. വേണമെങ്കിൽ മതി, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 15 മിനിറ്റിൽ ആയിട്ടുണ്ട്. അപ്പം പാൻ എടുത്തു. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇത്രയും ചൂടോടെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കണ്ട. ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തിട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് ഞാൻ പറഞ്ഞത്, നല്ല തിക്കുണ്ട്. അപ്പം ബേക്കറിയിൽ ഇത്ര തിക്കായിട്ട് വരില്ല, കുറച്ചുകൂടെ തിന്നായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാവിനെ 2 പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ 2 തട്ടിലേക്ക് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര തിക്നെസ് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ നല്ല ഫെർമെൻ്റായി നല്ല സോഫ്റ്റായിട്ടുള്ള
അധികം മധുരമില്ല, ഒരുപാട് ഒട്ടും മധുരം ഇല്ലാതെയില്ല. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറുതെ കഴിക്കാനും ഏതെങ്കിലും കറികളുടെ ഒപ്പം മസാലക്കറിയുടെ ഒപ്പം ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.